ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ 5th സെമസ്റ്ററിൽ നെക്സ്റ്റ് ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പറിൻ്റെ പേര് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 5 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം എക്സ്ട്രാ ഓപ്പൺ കോഴ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ഈ ഒരു പേപ്പർ ഇതുവരെയുള്ള സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പേപ്പറാണ്. നിങ്ങൾ ഒരു പക്ഷേ +2-ൽ ലീനിയർ പ്രോഗ്രാമിങ്ങും അതിൻ്റെ ഗ്രാഫിക് മെത്തേഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ബേസിക് അനാലിസിസ് പോലെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയൽ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5th സെമ്മിൻ്റെ പുതിയ സ്കീമായതുകൊണ്ട് ടെക്സ്റ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടെക്സ്റ്റ് മീൻസ് ഗൈഡ് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിക്കുന്നവർക്ക് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത കാര്യമായിരിക്കും ആ ഗൈഡിൽ ഉണ്ടാവുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റ്, അതായത് റിയൽ ടെക്സ്റ്റ് തന്നെയാണ്. ജെയിംസ് കെ സ്ട്രയറിൻ്റെ ടെക്സ്റ്റാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ PDF അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നോട്ടൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, നമുക്ക് വോയിസിലൊന്നും ഇപ്പോൾ ഇങ്ങനെ നോട്ട് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് MSc വരെയുള്ള ആൾക്കാർ പഠിക്കുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഇൻവോൾവ്സ് ദെയർ ലീനിയർ ഫങ്ഷൻസ് വിച്ച് ആർ ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. അതായത് ഇത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. അതായത് ഒരു ലീനിയർ ഫങ്ഷൻ്റെ മാക്സിമൈസേഷൻ പ്രോസസ്സാണെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രോഫിറ്റും, മിനിമൈസേഷൻ ആണ് ഫങ്ഷനെങ്കിൽ അതിൻ്റെ മിനിമം കോസ്റ്റും കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ നടക്കുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? മാക്സിമൈസേഷൻ ആയിരിക്കും അല്ലേ? ആരെങ്കിലും പ്രോഫിറ്റ് വേണ്ട അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ദീസ് ഫംഗ്ഷൻസ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ് ബ്രാക്കറ്റിൽ ഇൻ ദി കേസ് ഓഫ് മാക്സിമൈസേഷൻ. ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ ക്ലിയർ ആണ്, അതിലെന്താണ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആണെന്ന്. ഇൻ ദി കേസ് ഓഫ് മിനിമൈസേഷൻ ആണെങ്കിൽ കോസ്റ്റ് ആണ് എന്നും നിങ്ങൾക്ക് ക്ലിയർ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ബിസിനസ് ഫീൽഡാണെങ്കിലും മറ്റേത് ഫീൽഡാണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റും മിനിമൈസേഷൻ ഓഫ് കോസ്റ്റുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻ അപ്ലയൻസ് കമ്പനി മാനുഫാക്ചേഴ്സ് ഹീറ്റർ ആൻഡ് എയർ കണ്ടീഷണർ. ഒരു കമ്പനി ഉണ്ടാക്കുന്നത് 2 സംഭവങ്ങളാണ്, 2 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഹീറ്റേഴ്സും മറ്റൊന്ന് എയർ കണ്ടീഷണേഴ്സും ആണ് കേട്ടോ. ദ പ്രൊഡക്ഷൻ ഓഫ് 1 ഹീറ്റർ റിക്വയർസ് 2 hours. നമുക്ക് ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിവിടെ അതൊന്നും പറയാത്തത്. കാരണം ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് LPPയുടെ അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. മാക്സിമൈസ് Z = ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതൽ അറിയില്ലേ?
സംതിങ് ലൈക്ക് AX1 പ്ലസ് BX2 അല്ലെങ്കിൽ AX പ്ലസ് BY. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ എഴുതൽ കേട്ടോ. AX പ്ലസ് BY അങ്ങനെ വേണമെങ്കിലും എഴുതാം. X1 X2 എഴുതാം, അങ്ങനെ എഴുതാം. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിനുകൾ, അതായത് ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താനായിട്ട് സഹായിച്ച ഘടകങ്ങളാണ് കൺസ്ട്രെയിൻസ് ആയിട്ട് എഴുതുന്നത്. അത് മേ ബി 5x പ്ലസ് 2y എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, അല്ലെങ്കിൽ 3x പ്ലസ് 9y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇത് മേ ബി വാച്ച് അവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതെന്തായിരിക്കാം ലേബർ അവർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റോ മെറ്റീരിയൽ ആവാം. അങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ എന്താ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മളെടുത്തിരിക്കുന്ന എന്താ പറയുക കൺസ്ട്രെയിൻസ്, അതിൻ്റെ വാല്യൂ, അതായത് എക്സും വൈയും ഉണ്ടാവുമല്ലോ നമ്മളെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി, അതെന്തായിരിക്കണം, ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളുമാണ് നിങ്ങൾ ഒരു LPP എന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. LPP എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മാക്സിമൈസ് ആവാം, അല്ലെങ്കിൽ മിനിമൈസ് ആവാം. മാക്സിമൈസ് ആണെങ്കിലും മിനിമൈസ് ആണെങ്കിലും അതിനൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. എന്താണ്, മാക്സിമൈസ് Z ഈക്വൽ ടു സംതിങ് ലൈക്ക് 8x പ്ലസ് 3y. ചിലപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവുകൾ എക്സും വൈയും ആണെങ്കിൽ അല്ലെങ്കിൽ X1 X2 എന്ന് കൊടുക്കാം, അങ്ങനെ എന്ത് വേണേലും കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എടുക്കുന്നപ്പോൾ ഇവിടെ തന്നെ ഹീറ്ററും കണ്ടീഷണറും ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഹീറ്റേഴ്സ് എന്ന് പറയുന്നത് X ആയിട്ടും നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് എയർ കണ്ടീഷണറായിട്ട് Y ആയിരുന്നു എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ X1 X2 എടുത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത എന്താണ്, സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. എന്താണ്, ആ ഒരു പ്രോഫിറ്റ് മാക്സിമൈസിലേക്ക് എത്താനായിട്ട് സഹായിച്ച ഘടകങ്ങളാണ്. ആ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു കമ്പനി അത് ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് കിട്ടിയത്. അതിനെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസ്ട്രെയിൻസ് എഴുതാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, അത് എഴുതുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താ പറയുക ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ +2 ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അതായത് ഒരു LPP എന്നൊരു പ്രോബ്ലം എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് കേട്ടോ. അപ്പോൾ LPP എന്താണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ എന്തിൽ കിട്ടും, നിങ്ങൾക്ക് +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ടാക്കി എഴുതി വയ്ക്കുക. എന്താണ് LPP, വാട്ട് ആർ ദി സ്റ്റെപ്സ് ആൻഡ് ജനറൽ ഫോർമാറ്റ് ഓഫ് ആൻ LP പ്രോബ്ലം. ഓക്കെ, ഈ 3 കാര്യം എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചില്ലല്ലോ, പറയാം. ഓക്കെ, ദ പ്രൊഡക്ഷൻ ഓഫ് 1 ഹീറ്റർ, ഒരു ഹീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ എടുക്കുന്നു? 2 hours ആണ്. ആൻഡ് 1 hour ആണ് അസംബ്ലി ഡിവിഷൻ ഓഫ് ദി കമ്പനി. എന്തൊക്കെയാണ് ആദ്യം എന്താണ് പറയുന്നത്, ഒരു ഹീറ്റർ ഉണ്ടാക്കാൻ 2 hours ഇൻ ദി പാർട്സ് ഡിവിഷൻ ഓഫ് ദി കമ്പനി. അതായത് സംഭവം അത് ഇങ്ങനെ എന്താ പറയുക, പാർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 2 മണിക്കൂർ എടുക്കും. ആൻഡ് 1 hour ഇൻ ദി അസംബ്ലി ഡിവിഷൻ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ അസംബ്ലി ഡിവിഷനിൽ വേണ്ടിയിട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു എന്നാണ് പറയുന്നത്, 1 hour എടുക്കും. എന്നാൽ അതേ സമയം എയർ കണ്ടീഷണറിൻ്റെ കാര്യവും പറയുന്നുണ്ട്. എന്താണ് എയർ കണ്ടീഷണറിൽ 1 hour ആണ് പാർട്സ് ഡിവിഷന് വേണ്ടിയിട്ടും, എന്നാൽ അസംബ്ലി ഡിവിഷന് വേണ്ടിയിട്ട് 2 hour ആണ് എടുക്കുന്നത്. ദ പാർട്സ് ഡിവിഷന് മാക്സിമം എത്ര അവറാണ്, അറ്റ്മോസ്റ്റ് ഏറി വന്നാൽ എത്ര വരെ എടുക്കാം, 8 മണിക്കൂർ, ഏറി വന്നാൽ 8 മണിക്കൂർ വരെ എടുക്കാം. ഓക്കെ, മാക്സിമം 8 മണിക്കൂറാണ്. ദെൻ അസംബ്ലി ഡിവിഷന് വേണ്ടിയിട്ടോ മാക്സിമം അറ്റ്മോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, 10 മണിക്കൂറുമാണ് എടുക്കുന്നത്. പ്രോഫിറ്റ് റിയലൈസ്ഡ് അപ് ടു സെയിൽ 30 രൂപയാണ് ഹീറ്ററിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത്, ഒരു ഹീറ്ററിൽ കിട്ടുന്നത്. അതേപോലെ 50 രൂപയാണ് എയർ കണ്ടീഷണറിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഹീറ്റേഴ്സ് ആൻഡ് എയർ കണ്ടീഷണർ ഷുഡ് ദ കമ്പനി മാനുഫാക്ചേർഡ് പെർ ഡേ സോ ആസ് ടു മാക്സിമം ഇസ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് എത്ര എണ്ണം ഹീറ്ററും എത്ര എണ്ണം കണ്ടീഷണറുമാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം.
അപ്പോൾ നമ്മൾക്കറിയാം നമുക്ക് റീഫോർമുലേറ്റിംഗ് ദ എക്സാമ്പിൾ 1 മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റീഫോർമുലേറ്റ് ചെയ്യാം എന്നാണ്. ആദ്യം നിങ്ങൾ എക്സും വൈയും എഴുതി വെച്ചു. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഹീറ്റർ പെർ ഡേ, ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റേഴ്സിൻ്റെ എണ്ണമാണ്. അതേപോലെ തന്നെ എന്താണ്? നമ്പർ ഓഫ് എയർ കണ്ടീഷണർ പെർ ഡേ ആണ്. ഇനി നമുക്കറിയാം പി ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മളെ സെഡ്, അതായത് നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 30 രൂപയാണ് ഹീറ്ററിന് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ 30x പ്ലസ് 50y. ഓക്കെ, അത് അങ്ങ് എഴുതി വയ്ക്കുന്നു. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പാർട്സ് ഡിവിഷൻ്റെ ഒരു കൺസ്ട്രെയിനും, ഒന്ന് അസംബ്ലി ഡിവിഷൻ്റെ കൺസ്ട്രെയിനും. അപ്പോൾ അടുത്തതിൽ എഴുതേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 2x 2 മണിക്കൂറാണ് ഹീറ്ററിന്, അതേപോലെ 1 ഹവറാണ് എന്തിന്? ഹീറ്ററല്ല, എയർ കണ്ടീഷണർ അല്ലേ പാർട്സ് ഡിവിഷന് വേണ്ടിയിട്ട്. പക്ഷേ ആ രണ്ടും പറഞ്ഞിരിക്കുന്നത് 2 സെൻറ്റൻസിലാണ്, അത് ശ്രദ്ധിക്കണേ. ഒന്നാമത്തേൽ പറയുന്നത് ഹീറ്ററിൻ്റെ 2 കാര്യങ്ങളും, ഹീറ്ററിൻ്റെ പാർട്സ് ഡിവിഷനും പറയുന്നു, അതിൽ തന്നെ 1 ഹവർ അസംബ്ലി ഡിവിഷനുമാണ്, അല്ലാണ്ട് ആ 1 അല്ല കേട്ടോ ഇവിടെ. ദെൻ രണ്ടാമത്തേൽ പറയുന്നത് എയർ കണ്ടീഷണറിൻ്റെ പാർട്സ് ഡിവിഷൻ 1ഉം പിന്നെ അസംബ്ലി ഡിവിഷൻ 2 സോ നമ്മൾ 2 കൺസ്ട്രെയിനുകൾ. ഒന്നാമത്തത് വരുന്നത് ഇതിൽ പറയുന്നത് എന്താണ്? പാർട്സ് ഡിവിഷനാണ്, പാർട്സ് ഡിവിഷനെ കുറിച്ചാണ്. ഇതിൽ പറയുന്നത് എന്താണ്? അസംബ്ലി ഡിവിഷൻ, എന്താണ്? അസംബ്ലി ഡിവിഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഹീറ്ററിൻ്റെ, ഇതും ഹീറ്ററിൻ്റെ, ഇത് എന്താ പറയുക, AC ആണ്. ഇത് മൊത്തം പാർട്സ് ഡിവിഷൻ്റെ മണിക്കൂറാണ്. മാക്സിമം 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എന്നല്ല, അറ്റ്മോസ്റ്റ് ഏറി വന്നാൽ. ഓക്കെ, അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി നമ്മൾ എഴുതേണ്ടത് 2ഉം പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം കൂടി എഴുതിയാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. അതായത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോർമുലേറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് +2 പഠിച്ച കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ജസ്റ്റ് അത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ അടക്കം ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം. അത് ചെയ്യുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. ആദ്യം എന്തെടുക്കണം? എക്സിന് 0 എടുക്കുന്നു, ദെൻ വൈ കാണുന്നു. ഓരോ കൺസ്ട്രെയിനിന് ഇന്നീക്വാലിറ്റി കൺസ്ട്രെയിനുകളെ ഇക്വാലിറ്റി കൺസ്ട്രെയിനിലാക്കുക. അത് വെച്ചാൽ ഒന്നാമത്തെ ഇന്നീക്വാലിറ്റി 2x + y = 8. അതിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ കാണാം, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് വാല്യൂ കാണാം. ആ 2 ഡോട്ടും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ടുള്ള x + 2y = 10 എന്ന് കൊടുക്കുക. അതിലും അതേപോലെ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ കാണാം, വൈന് 0 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ കാണാം. ആ 2 പോയിൻറ്റുകളും 2 ജോഡി പോയിൻറ്റുകളും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുക? x + 2y = 10 എന്ന് പറയുന്ന ലൈനും വരയ്ക്കുക. ഈ 2 ലൈനും വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ലൈനിൻ്റെ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ. ആ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തേൻ്റെ ഷെയ്ഡ് വരുന്നത് എന്താണ്? പിന്നെന്താണ്? എക്സ് പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണെന്നാണ്. ഓക്കെ, ഇതിൽ നോക്കുക എന്താണ്? (2x + y > 8 എന്ന് പറയുമ്പോൾ 8 അതിൽ കുറവെന്നാണ്. അപ്പോൾ ഷെയ്ഡ് ഇങ്ങോട്ടാണ് വരിക. അതേപോലെ x + 2y = 10 ആകുമ്പോൾ താഴോട്ടാണ് വരിക. പിന്നെ എക്സും വൈയും പോസിറ്റീവ് ആണെന്ന് കാണിച്ചതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ വരച്ചു. ഇനി ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ എല്ലാ ഷെയ്ഡും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മളെ ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ്റെ പോയിൻറ്റുകളൊന്ന് പറഞ്ഞേ. ഒന്ന് 0, 0, ഒന്ന് 0, 5. ഈ ഡോട്ട് 2, 4 എന്ന് പറയുന്നതില്ലേ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് അറിയാലോ. എന്താണ്? 2 ഇക്വേഷനുകളെ കൺസിഡർ ചെയ്യുന്നു. ആ 2 ഇക്വേഷനുകളെയും കൂടെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ഏത് പോയിൻ്റ് കാണണം? എക്സും വൈയും കണ്ടുപിടിക്കുന്നു. പിന്നെ ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നു, 4, 0 നിങ്ങൾക്ക് അറിയാം. ഈ 4 പോയിൻറ്റും വെച്ചിട്ട് നിങ്ങൾ ഏത് പോയിൻറ്റിലാണ് എന്ത് കിട്ടുന്നത്? മാക്സിമം കിട്ടുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഈ ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ടെക്സ്റ്റിൽ പിന്നെയും ഡിസ്ക്രൈബ് ചെയ്യില്ല. കാരണം നിങ്ങളിത് ലോ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് പിന്നെയും പറയാതെ ഈ ഒരു ഗ്രാഫിലേക്ക് അത് ഒതുക്കിയത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് നിങ്ങൾ ചെയ്യുന്നു. ദെൻ അതിൽ ഓരോ പോയിൻറ്റിൽ എന്ന് വെച്ചാൽ സെഡിന് എക്സിനും വൈക്കും ഓരോ പോയിൻ്റ്, അതായത് 0, 0 സെഡ് വാല്യൂ കാണുക, 0, 5 സെഡ് വാല്യൂ കാണുക, 2, 4 സെഡ് വാല്യൂ കാണുക, 4, 0 സെഡ് വാല്യൂ കാണുക. ഏത് പോയിൻറ്റിലാണ് മാക്സിമം എന്ന് നോക്കുക. ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. അതേപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയേ.
An oil company owns two refiners, say Refinery A and Refinery B. Refinery A is capable of producing 20 barrels gas oil and 25 barrels of fuel oil per day. Refinery B capable of producing 40 barrels of gas oil and 20 barrels of fuel oil per day. The company requires at least 1000 barrel of gas oil and at least 800 barrels of fuel oil. ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ എന്ന്. ഈ ഫിറ്റ് കോസ്റ്റ് ചിലവ് 300 രൂപ പെർ ഡേ ആണ്. ആർക്ക് വേണ്ടിയിട്ട്? റിഫൈനറി എക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 500 രൂപ പെർ ഡേ ടു ആണ് എന്തിന്? റിഫൈനറി ബി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഷുഡ് ഈച്ച് റിഫൈനറി ബി ഓപ്പറേറ്റ്? ദ കമ്പനി മിനിമൈസ് ദി കോസ്റ്റ്. കമ്പനിയുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ ഈ രണ്ട് റിഫൈനറികളും എത്ര ദിവസം വീതം വർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ. ഇവിടെ നിന്ന് കോസ്റ്റ് എന്ന വേർഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ മിനിമൈസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ റിഫൈനറി എ. റിഫൈനറി എ എന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം. വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ റിഫൈനറി ബി. റിഫൈനറി ബി എന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ദിവസം. ഓക്കെ, ഇനി നമ്മളെടുത്ത് തന്നിട്ടുണ്ട് കോസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ സി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തത്. നേരത്തെ പി ഓഫ് എന്ന് കൊടുത്തത് കാരണം എന്താ? പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ സാധാരണ സെഡ് എന്നാണ് കൊടുക്കാറ് അല്ലേ. നമ്മൾ മാക്സിമൈസ് സെഡ് ഈക്വൽ ടു എന്നല്ലേ കൊടുക്കാറ്. ഇനി ഇങ്ങനെ കൊടുത്തോളൂ, നോ പ്രോബ്ലം. സി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 300 രൂപയാണ് ഹീറ്ററിൻ്റെ കോസ്റ്റ്. സോ 300x പ്ലസ് പിന്നെയോ അടുത്തത് ഏതാണ്? 500 രൂപയാണ് എന്തിൻ്റെ? എയർ കണ്ടീഷണറിൻ്റെ 500y സബ്ജക്റ്റ് ടു ദ കൺസ്ട്രൈൻസ്. ഇനി കൺസ്ട്രൈൻ എഴുതിയ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്കറിയാം. ഒന്നാമത്തേൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഗ്യാസ് ഓയിലിനെ കുറിച്ചാണ് അല്ലേ. ഒന്നാമത്തേത് നോക്കിയേ, ഗ്യാസ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, എത്ര രൂപയാവുന്നല്ലേ. എത്രയാണ്? റിഫൈനറി എ ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് 20 ബാരൽ ഓഫ് ഗ്യാസ് ഓയിൽ. എത്രയാണ്? 20 ഗ്യാസ് ഓയിൽ ഉണ്ടാക്കും റിഫൈനറി എ. അതേപോലെ എന്താ പറയുക, എത്ര ഗ്യാസ് ഓയിൽ ഉണ്ടാക്കും റിഫൈനറി ബി എന്ന് പറയുന്നത്? എത്രയാണ്? 40 ബാരൽ. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ ഗ്യാസ് ഓയിലിനെ കുറിച്ചാണ്, മറ്റൊന്ന് ഫ്യൂവൽ ഓയിലിനെ കുറിച്ചാണ്. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് 20x + 40y. ഇനി മിനിമം എന്നാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് 1000 ബാരലെങ്കിലും ഉണ്ടാക്കണം. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് ഈ രണ്ട് റിഫൈനറിയും കൂടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് എത്ര ബാരൽ ഉണ്ടാക്കണം ഗ്യാസ് ഓയിൽ? 1000 ബാരൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് സിമ്പിൾ ശ്രദ്ധിച്ചോ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം കുറവാണ്, അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ മറ്റൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. മാക്സിമൈസ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും, മിനിമൈസ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് എഴുതി. അതേപോലെ റീസണിങ് അപ്ലൈഡ് ഫ്യൂവൽ ഓയിലിനാണെങ്കിൽ കൺസ്ട്രെയിൻ വരുന്നത് ഇങ്ങനെയാണ്. 25 നോക്കിയേ, കണ്ടോ, 25 ബാരൽ ഓഫ് ഫ്യൂവൽ ഓയിൽ പെർ ഡേ ആണ് റിഫൈനറി എയുടേത്. അതേപോലെ 20 ബാരൽ ഓഫ് ഫ്യൂവൽ പെർ ഡേ ആണ് റിഫൈനറി ബിയുടേത്. സോ രണ്ടാമത്തെ കൺസ്ട്രെയിൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫ്യൂവൽ ഓയിലാണ്. സോ 25x + 20y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 800 എന്ന് വന്നു. രണ്ട് കൺസ്ട്രെയിനുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ. പിന്നെ വരുന്നത് അത് പോസിറ്റിവിറ്റിയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് ജസ്റ്റ് എഴുതിയതാണ്. മിനിമൈസ് സെഡ് ഈക്വൽ ടു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് സി ഓഫ് എക്സ് കോമ വൈ ആണ്. സി ഓഫ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? 300x + 500y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 20x + 40y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വേണമെങ്കിൽ ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൽ അത് ഏത് കൺസ്ട്രെയിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് എഴുതാൻ വേണമെങ്കിൽ എന്താണ്? ഗ്യാസ് ഓയിൽ കൺസ്ട്രെയിൻ ആണ്. രണ്ടാമത്തേൽ പറയുന്നത് ഫ്യൂവൽ ഓയിലിനെ കുറിച്ചാണ്. ഓക്കെ, അതേപോലെ പോസിറ്റിവിറ്റി. ഇനി ഇതെല്ലാം കൂടി സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കൺസ്ട്രെയിൻ റീജിയനാണ് ഈ പറയുന്നത്. ഇതെന്താണ്? റീജിയൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണല്ലേ. അതായത് 1, 2, 3 പോയിൻറ്റിലത്തെ മിനിമം കണ്ടുപിടിച്ചാൽ മതി. സോ ആ 3 പോയിൻറ്റിൽ ഏതിലാണ് മിനിമം എന്ന് നോക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. യെസ്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് കാനോണിക്കൽ ഫോം ആക്കി എഴുതി വെച്ചിരിക്കുന്നത് നോക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. മാക്സിമൈസ് എഫ് ഓഫ് x1 x2 എക്സെട്ര, അതായത് ഫംഗ്ഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ പി ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുക, കോസ്റ്റ് ആണെങ്കിൽ സി ഓഫ് എന്ന് കൊടുക്കുക, C1 x1 പ്ലസ് C മൈനസ് ഡി അത് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിനുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആ സിമ്പിൾ വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. A11 x1 പ്ലസ് A12 x2 പ്ലസ് എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. അതേപോലെ BN വരെയുള്ള കൺസ്ട്രെയിൻ വരാം. എല്ലാ x1 x2 എക്സെട്ര എല്ലാം എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ കാനോണിക്കൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് ഇതിന് പറയുന്നത്. ഇനി ഇത് മിനിമൈസേഷൻ കോസ്റ്റ് ആണെങ്കിൽ എഴുതുന്നത് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ് പറയുന്നത്, ലീനിയർ ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ഡെഫിനേഷൻ അബൌവ് സൈഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് ഇതിൽ ലീനിയർ ഫംഗ്ഷനിൽ ഇക്വേഷൻ ഇതാ കണ്ടോ, ഡെഫിനിഷൻ 3 നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഇനി പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് അതിൻ്റെ കൺസ്ട്രെയിനുകളാണ് തന്നിരിക്കുന്നത്. ഇനി സെറ്റ് ഓഫ് ഓൾ സേയിങ് എം പ്ലസ് എൻ കാനോണിക്കൽ മാക്സിമൈസേഷൻ ഒരു കാനോണിക്കൽ മിനിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, ഫീസിബിൾ ആണെന്ന് പറയുമ്പോൾ any feasible solution of canonical maximization linear programming problem which maximize profit to minimize എന്തുമായിരിക്കും, കോസ്റ്റും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോളിഹെഡ്രൽ കോൺവെക്സ് സെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട്, നമ്മൾ ഇതുവരെ എടുത്ത പ്ലസ് ടുവിൻ്റെ ആ ടെക്സ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്നുള്ളതുകൊണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം, അതായത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്താണ് എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉചിതമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ട്, എന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്താണ്, നമ്മൾ സാധാരണ സെഡ് ഈക്വൽ ടു എന്നാണ് കൊടുക്കൽ. ഇവിടെ ഏതാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ പി ഓഫും എക്സ് വൈയും, അതേപോലെ കോസ്റ്റ് ആണെങ്കിൽ സി ഓഫ് എക്സ് വൈയും ആണ്. പിന്നെ x1 x2 എന്നാണ് ചില ടെക്സ്റ്റുകളൊക്കെ എടുക്കാറ്, ഇവിടെ എക്സും വൈയും ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. 3 4 വരുമ്പോൾ x1 x2 x3 x4 എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലാണ്ട് XYZ എന്നൊന്നും എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നോട്ട് കാര്യങ്ങളെല്ലാം പക്കയാക്കി എഴുതുക. കാരണം ഇനിയൊരു നോട്ട് തരലും മറ്റൊന്നും നടക്കില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് എഴുതിയെടുത്ത് വെച്ചേക്കുക. കുറേ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ടാവും, അതൊക്കെ വേണമെങ്കിൽ വായിക്കാം, അല്ലാണ്ട് എഴുതിയെടുക്കൊന്നും വേണ്ട. ഓക്കെ അല്ലേ? താങ്ക് യു.